പതിവ് തെറ്റാതെ പാലക്കാട് പല്ലശ്ശനയിൽ ഓണത്തല്ല് നടന്നു. തല്ലുമന്നത്ത് നടന്ന ചടങ്ങിൽ 1 കോടി 7 കോടി ദേശത്തെ ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിനിറങ്ങിയത്. നാളെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ അവിട്ടത്തല്ല് നടക്കും. അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓണത്തോടനുബന്ധിച്ച് പതിവ് തെറ്റാതെ പാലക്കാട് പല്ലശ്ശേനയിൽ ഇത്തവണയും തിരുവോണ നാളിൽ ഓണത്തല്ല് നടന്നിരിക്കുകയാണ്. തല്ലുമന്നത്താണ് ഇപ്പോൾ ഓണത്തല്ല് നടന്നത്. ഓണത്തല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ചരിത്രത്തിന്റെ ഭാഗം കൂടെയാണ്. ഈ പല്ലശ്ശേനയിലെ നാട്ടുരാജാവായിരുന്ന കുറൂർ നമ്പിടിയെ അയൽ നാട്ടുരാജാവായിരുന്ന കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ച് കൊന്നു. അന്ന് ഈ കുതിരവട്ടത്ത് നായർക്കെതിരെ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് പോർവിളി മുഴക്കി. ആ പോർവിളിയുടെ സ്മരണാർത്ഥമാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും ഈ പല്ലശ്ശേനയിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഓണത്തല്ലിൻ്റെ ആചാരം എന്ന് പറയുന്നത്. അതായത് നിലം തൊട്ടുയർന്ന് കളം തൊട്ട് വന്നിച്ച് 2 തല്ലുകാർ മുഖത്തോട് മുഖം നോക്കി നിൽക്കും. പുറകിലെ ആൾ മുതുകിലേക്ക് ആഞ്ഞടിക്കും എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഈ ഓണത്തല്ലിൻ്റെ ആചാരം എന്ന് പറയുന്നത്. ഏതായാലും ചെറിയ കുട്ടികൾ മുതൽ വലിയ പുരുഷന്മാർ, പ്രായമായ ആളുകൾ എല്ലാവരും ഈ തല്ലിന് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നവും തുടർന്ന് നാട്ടുകാർക്കിടയിലുള്ള പ്രശ്നമൊക്കെ ഏറെ കാലം ഈ നാട്ടിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഇവിടുത്തെ പ്രദേശവാസി തന്നെ ആയ ആളുകളുണ്ട്. തല്ലിന് ഇറങ്ങിയല്ലോ, തല്ല് എങ്ങനെയുണ്ടായിരുന്നു? തല്ല് ആഞ്ഞൊരു അടി ഇങ്ങോട്ട് കിട്ടി, തിരിച്ച് അങ്ങോട്ട് വരണം, കൊടുക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ചടങ്ങ്, ഓണത്തല്ല് എന്ന് പറയുന്നത്. 5 വിരലും പതിഞ്ഞ് ചോര വരെ പുറത്ത്. ഞാൻ വന്നിട്ട് ചാകാൻ വേണ്ടി വന്നാണ്. എൻ്റെ അമ്മയുടെ കാൽ തൊട്ട് വന്നാണ്. ഞാൻ ചാകാൻ വേണ്ടി വന്ന, തല്ലി ചാകണം വേണ്ടി വന്നാണ്. എൻ്റെ അങ്ങനെയാണ് വരാറ് അല്ലേ? ഈ എല്ലാവരും വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ്. അതെ, വീട്ടില് അതായത് നമ്മൾ യാത്ര പോലും പറയാറില്ല. സത്യം പറഞ്ഞു പോയിട്ട് വരാന്നൊന്നും പറയില്ല. കൊലച്ചോറുണ്ടിട്ട് ഇറങ്ങാന്നൊക്കെ പറയാറുണ്ട് സാധാരണ. അതായത് തിരുവോണ നാളില് പലശനക്കാരുടെ പല ഇടങ്ങളിലും വന്ന് ചിക്കൻ മേടിക്കും. പലരും സദ്യയാണെങ്കിൽ ഇവിടെ അതായത് കൊലച്ചോറ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പറയാതെ തന്നെ ഇറങ്ങി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് ഭസ്മമൊക്കെ ഇട്ട് അതേപോലെ കച്ച കെട്ടാന്ന് പറയും. കച്ച കെട്ടിയിട്ട് ഇവിടെ യുദ്ധത്തിന് ഇറങ്ങുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ വരിക. ചരിത്രം എന്താണ്? ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂതിരി രാജാവിൻ്റെ 2 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അതിൽ പലശനയിലുള്ള ഒരു നാട്ടുരാജാവായിരുന്നു കുറൂർ നമ്പൂതിരി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുതിരവട്ടത്ത് നായരും. ഇവർ തമ്മിൽ ഒരു യുദ്ധത്തിനിടയിൽ കുതിരവട്ടത്ത് നായർ നമ്മുടെ കുറൂർ നമ്പൂതിരിയെ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരിയെ ചതിച്ച് കൊല്ലുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നാട്ടുകാരെല്ലാവരും കൂടി പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ സ്മരണ പുതുക്കി ഈ തിരുവോണ നാളിൽ അത് നടന്നത്. അപ്പോൾ ഈ തിരുവോണ നാളിൽ എല്ലാവരും അതിൻ്റെ സ്മരണ പുതുക്കിയാണ് എല്ലാ വർഷവും ഇങ്ങനെ ഓണത്തല്ലായിട്ട് ഇവിടെ കൊണ്ടാടുന്നത്. അങ്ങനെയാണ് ഈ ജന്മനാടിനോടും അതുപോലെ തന്നെ രാജാവിനോടൊക്കെ ഉള്ള കൂറ് അത് കാണിച്ചുകൊണ്ടാണ് ഈ ജനങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഒരു കുഞ്ഞ് മോൻ തല്ല് എങ്ങനെയുണ്ടായിരുന്നു? തല്ല് നല്ല അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണോ? അല്ല, 2-3 വർഷമായി. തല്ല് വേദനിച്ചോ? അയ്യേ, എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇത് ഈ ഓണത്തല്ല് പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല്ലശ്ശേനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തിരുവോണ നാളിലാണിത്. ഇതിനുവേണ്ടി ഞങ്ങൾ പല സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്നവർ ഇതിന് വേണ്ടി വരുന്നത്. ഞാനൊക്കെ മധ്യപ്രദേശിന് വേണ്ടി ഇതിനു വേണ്ടി വന്നതാണ്. ചടങ്ങിന്റെ ഭാഗം ആവാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. അതെ, ഈ സ്ഥലത്ത് നിന്ന് പുറമെ പോയ ആൾക്കാർ ഈ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കണം. വേട്ടക്കരമ്പിൻ്റെ അവിടെ വന്ന് തല്ലിയില്ലെങ്കിൽ ഞങ്ങളിവിടെ പങ്കെടുത്തിട്ട് വേണം. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളുടെ കുട്ടികളിലെ മക്കളിനെ പേരക്കുട്ടികളിനെ ഞങ്ങളിവിടെ വന്ന് പങ്കെടുപ്പിക്കണം. അതാണ് ഞങ്ങൾ. അവിട്ടത്തല്ല് നടക്കില്ല. നാളെ അവിട്ടത്തല്ല് അവിടെയാണ്. അത് വേറെ അത് വേട്ടക്കരമ്പല, അത് അപ്പുറത്ത്. ഇത് ഞങ്ങളുടെ അത് തന്നെയാണ്. ഈ ഒരു ഓണത്തല്ല് എന്ന് പറയുന്നത് ഒരു
സൗഹൃദ കൂട്ടായ്മ കൂടെയാണെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി തന്നെയാണ്. കാരണം ഈ രാജാവിനോടും അതുപോലെ തന്നെ പിറന്ന മണ്ണിനോടൊക്കെ ഉള്ള അവരുടെ സ്നേഹ പ്രകടനമാണ്. ആ നാടിന് വേണ്ടിയുള്ള പണ്ട് കാലത്ത് നടത്തിയ ഒരു പോരാട്ടമാണ് ഈ കുറൂർ നമ്പിടിയും അതുപോലെ തന്നെ കുതിരവട്ടത്ത് നായർ തമ്മിലുള്ള പകയും. ആ പകയെ തുടർന്ന് കുറൂർ നമ്പിടിയെ കൊല്ലുന്നതും പിന്നീട് ഏറെ കാലം ഇവരുടെ പക ഉണ്ടായിരുന്നു. ആ പകയ്ക്കൊക്കെ ഒടുവിൽ സാമൂതിരി രാജാവ് ഇടപെട്ടാണ് ഇവർ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. ആ ഒത്തുതീർപ്പിൽ എത്തിയപ്പോൾ സാമൂതിരി രാജാവ് അന്ന് ഒരു വേട്ടക്കൊരുമകന്റെ വിഗ്രഹം ഈ നാട്ടുകാർക്ക് നൽകുകയുണ്ടായി. രാജാവില്ലാത്ത ഈ ജനങ്ങൾ ആ വിഗ്രഹത്തെ ആരാധിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാമൂതിരി അന്ന് വേട്ടക്കൊരുമകന്റെ വിഗ്രഹം നൽകിയത്. പിന്നീട് ആ വേട്ടക്കൊരുമകനെ അവർ ഈ പല്ലശ്ശേനിയിൽ തന്നെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. നാളെ അവിട്ടത്തല്ല് നടക്കുന്നത് വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലാണ്. ഇന്നിപ്പോൾ 1 കുടി 7 കുടി ദേശത്ത് നിന്നുള്ള ആരോഗ്യവാന്മാരായ പുരുഷന്മാരാണ് തല്ലിന് ഇറങ്ങിയിരിക്കുന്നത്. നാളെ തല്ലിനിറങ്ങാൻ പോകുന്നത് നായർ സമുദായത്തിലെ ആരോഗ്യവാന്മാരായ പുരുഷനാണ്. നാളത്തെ തല്ല് നടക്കുക വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലാണ്. ഏതായാലും പാലക്കാട് പല്ലശ്ശേനിയിൽ ഓണത്തല്ല് എന്ന നൂറ്റാണ്ടുകളായിട്ട് ആചരിച്ചു വരുന്ന ആചാരം ഇത്തവണയും മുറ തെറ്റാതെ തന്നെ നടന്നിരിക്കുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.